ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്ട്രക്ചർ, പെർഫോമൻസ്, ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദ എൻറ്റയർ എക്കണോമി rather than individual markets. It helps in understanding economic aggregates like national income, employment, inflation, etc. മാക്രോ എക്കണോമിക്സ് എന്നത് എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. എൻറ്റയർ എക്കണോമിയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണിത്. നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ തുടങ്ങിയ അഗ്രിഗേറ്റ്സിനെ അടിസ്ഥാനമാക്കി ടോട്ടൽ എക്കണോമിയുടെ സ്ട്രക്ചറും പെർഫോമൻസും ബിഹേവിയറും എല്ലാം വിശകലനം ചെയ്യുന്നു. ഇക്കണോമിക്സ് അഡ്രസ്സസ് ദ അലോക്കേഷൻ ഓഫ് സ്കെയറി റിസോഴ്സസ് ടു മീറ്റ് അൾട്ടിമേറ്റ് വാണ്ട്സ്. എക്കണോമിക്സ് എന്നത് നമുക്കറിയാം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കുറഞ്ഞ റിസോഴ്സസ് കൊണ്ട് എങ്ങനെ പൂർണ്ണമാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റഡിയാണ് എക്കണോമിക്സ്. സോ എക്കണോമിക്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇറ്റ് ഡിവൈഡഡ് ഇൻറ്റു ടു ടൈപ്സ്, മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്നത് മൈക്രോ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നതാണ്. സോ ഇറ്റ്സ് മീനിങ് ഈസ് സ്മോൾ, ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ലൈക്ക് ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ്. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഫേംസിനെ കുറിച്ചിട്ടുള്ളൊരു പഠനമാണിത്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. സോ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് മാക്രോ എക്കണോമിക്സ് ആണ്. അത് ഗ്രീക്ക് വേർഡായിട്ടുള്ള മാക്രോ, ദാറ്റ് മീൻസ് ലാർജ് എന്ന വേർഡിൽ നിന്ന് വന്നതാണ് മാക്രോ എന്ന വേർഡ്, മാക്രോ എക്കണോമിക്സ്. സോ ഇറ്റ് ഡീൽസ് വിത്ത് ദ എക്കണോമി ആസ് എ വോൾ. മാക്രോ എക്കണോമിക്സ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു എക്കണോമിയുടെ സ്ട്രക്ചറും പെർഫോമൻസും ബിഹേവിയറും എല്ലാം പഠിക്കുന്നതാണിത്. ഒരു വോളായിട്ടുള്ള എക്കണോമിയെ കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. അടുത്തത് നമ്മൾ നോക്കുന്നത് മാക്രോ എക്കണോമിക്സിൻ്റെ സ്കോപ്പും ഇമ്പോർട്ടൻസും ആണ്. സോ അതിൽ ഫസ്റ്റ് പോയിന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ബിറ്റ്വീൻ കൺസ്യൂമർ ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിൻ്റെയും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും വിതരണത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അതാണ് ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പ്രൈസ് ലെവൽ ഫ്ലക്ച്വേഷൻസ്, വില നിലവാരത്തിലെ ഏറ്റക്കുറച്ചിലുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. തേർഡ് പോയിന്റ് വേജ് ലെവൽ ഫ്ലക്ച്വേഷൻസ്, വേജിൻ്റെ പ്രൈസ് ലെവൽ ഫ്ലക്ച്വേഷനെ റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്. അടുത്ത പോയിന്റ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റിനെ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അടുത്ത സ്കോപ്പ്. നെക്സ്റ്റ് പോയിന്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡും എംപ്ലോയ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. അടുത്തത് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി, ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററിയും റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, ദാറ്റ് മീൻസ് ധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അടുത്തത് നമ്മൾ നോക്കുന്നത് മാക്രോ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് അണ്ടർസ്റ്റാൻഡിങ് അഗ്രിഗേറ്റ്സ്. ഇറ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദ എക്കണോമി യൂസിങ് അഗ്രിഗേറ്റ്സ് ലൈക്ക് നാഷണൽ ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ്. മോഡേൺ എക്കണോമിക് സിസ്റ്റം എന്നത് കോംപ്ലക്സും കോംപ്ലിക്കേറ്റഡുമാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ശരിയായതും കൃത്യവുമായിട്ടുള്ള അറിവ് നേടുന്നതിന് സേവിങ്സിൻ്റെ ലെവലും ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്പുട്ട്, നാഷണൽ ഇൻകം തുടങ്ങിയ അഗ്രിഗേറ്റ്സിൻ്റെ ബിഹേവിയറൽ പാറ്റേൺസ് മനസ്സിലാക്കാനായിട്ട് മാക്രോ എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ് പോളിസി ഫോർമുലേഷൻ, യൂസ്ഫുൾ ഫോർ ഡിസൈനിങ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ടു സ്റ്റെബിലൈസ് ദ എക്കണോമി. അടുത്ത പോയിന്റ് കൺട്രോൾ ഓഫ് ഫ്ലക്ച്വേഷൻ, ഹെൽപ്സ് മാനേജ് ഇൻഫ്ലേഷൻ ആൻഡ് റെസിഷൻ. എക്കണോമിക്സ് ഗ്രോത്ത് സ്റ്റേബിളാക്കാനായിട്ട് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നു, കൂടാതെ ഫ്ലക്ച്വേഷൻ നിയന്ത്രിക്കാനായിട്ട് അവർ ഫലപ്രദമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. ഫോർത്ത് പോയിന്റ് അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് ബിഹേവിയർ എനേബിൾസ് ദ ഫോർമുലേഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ് ലോസ് ആൻഡ് തിയറീസ്. മാക്രോ എക്കണോമിക്സ് തിയറീസ് രൂപപ്പെടുത്തുന്നു. എങ്ങനെയാണ്? നിരവധി ഫേംസിൻ്റെ ബിഹേവിയറൽ പാറ്റേൺസ് മനസ്സിലാക്കി മാക്രോ എക്കണോമിക്സിൻ്റെ തിയറീസ് രൂപപ്പെടുത്തുന്നു. ഫിഫ്ത്ത് പോയിന്റ് മാനേജിങ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. മാനേജിങ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ അസിസ്റ്റ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് മെഷേഴ്സ് ടു ഹാൻഡിൽ പ്രൈസ് ലെവൽ ചേഞ്ചസ്.
ഇൻഫ്ലേഷൻ്റെയും ഡിഫ്ലേഷൻ്റെയും എഫക്റ്റ് മനസ്സിലാക്കി അത് അനലൈസ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഫോക്കസസ് ഓൺ മെയിൻറ്റെയിനിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ സേവിങ്സ്, ഇൻകം കംപ്ലീഷൻ തുടങ്ങിയ എല്ലാ കൺസെപ്റ്റുകളും ഡിറ്റർമിൻ ചെയ്യുന്നതിനായിട്ട് മാക്രോ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഹെൽപ്സ് ഇവാലുവേറ്റ് ദ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് കൺട്രീസ്. നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഇക്വാലിറ്റി എക്സ്പോസ് ഇൻകം ഡിസ്പാരിറ്റീസ് ആൻഡ് പ്രൊമോട്ട്സ് എക്കണോമിക് വെൽഫെയർ. ഇൻഇക്വാലിറ്റി എക്സ്പോസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലെ ഡിഫറൻസ് മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബേസിസിലാണ് വിവിധ രാജ്യങ്ങൾ എക്കണോമിക് വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൽ മെയിൻ ഫീച്ചേഴ്സ്, മീനിങ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫാക്ടർ. മാക്രോ എക്കണോമിക്സിൽ വോൾ എക്കണോമിയെക്കുറിച്ചുള്ള സ്റ്റഡി ആണെങ്കിൽ മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. പ്രധാന കൺസേൺ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൽ പ്രൈസിനെ കുറിച്ചിട്ടുള്ള പ്രൈസ് ഓഫ് ഇൻഡിവിജ്വൽ ഗുഡ്സ് ആണെങ്കിൽ, ഇൻഡിവിജ്വൽസിൻ്റെ ഗുഡ്സിൻ്റെ പ്രൈസ് ആണെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ ജനറൽ പ്രൈസ് ലെവലാണ്. ഇൻകം ഫോക്കസ് ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സിൽ നാഷണൽ ഇൻകം ആണ്, മൈക്രോ എക്കണോമിക്സിൽ പേഴ്സണൽ ഇൻകം ആണ്. ഇനി ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ ബിഹേവിയറും മാർക്കറ്റും ആണെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ എക്കണോമി അല്ലെങ്കിൽ അത് വൈഡ് ഇഷ്യൂ ആണ്. ഇവിടെ മൈക്രോ എക്കണോമിക്സിൽ സ്മോൾ സ്കെയിൽ മാർക്കറ്റിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വൺ ഫേം അല്ലെങ്കിൽ ഒരു സ്മോൾ മാർക്കറ്റ്. ഇനി മാക്രോ എക്കണോമിക്സിലേക്ക് വന്നാൽ ലാർജ് സ്കെയിലാണ്, എല്ലാ മാർക്കറ്റും കമ്പൈൻ ചെയ്ത സ്റ്റഡിയാണ്. അടുത്തത് മാക്രോ എക്കണോമിക്സിന് ഡിഫറെൻറ്റ് എക്കണോമിസ്റ്റ് കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ RDG അലൻ ഡിഫൈൻ ചെയ്തതാണ്, സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് അഗ്രിഗേറ്റ്സ്. എക്കണോമിക് അഗ്രിഗേറ്റ്സുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമെന്നാണ് RDG അലൻ ഡിഫൈൻ ചെയ്തത്. അടുത്തത് JM കൽബർട്ട്സൺ ആണ്. അദ്ദേഹം തിയറി ഓഫ് ഇൻകം, എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് ആൻഡ് മണി, വരുമാനം, തൊഴിൽ, വിലകൾ, പണം എന്നിവയെ കുറിച്ചിട്ടുള്ളൊരു സിദ്ധാന്തം എന്നാണ് JM കൽബർട്ട്സൺ പറഞ്ഞത്. അടുത്തത് KE ബോൾഡിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞത് സ്റ്റഡി ഓഫ് ആവറേജസ് ആൻഡ് അഗ്രിഗേറ്റ്സ്. ആവറേജസിനെയും അഗ്രിഗേറ്റ്സിനെയും കുറിച്ചിട്ടുള്ളൊരു പഠനമെന്നാണ് മാക്രോ എക്കണോമിക്സിന് അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ. അടുത്ത ഡെഫിനിഷൻ ഗാർഡനർ അഗ്ലി. ഇറ്റ് ഫോക്കസസ് ഓൺ ഫോഴ്സസ് അഫക്റ്റിംഗ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. തൊഴിൽ, വരുമാനം എന്നിവയെ അഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഗാർഡനർ അഗ്ലി പറഞ്ഞത്. ബൈ മെയേഴ്സ് ആൻഡ് ഹാൻസൺ, റിലേഷൻഷിപ്പ് ഓഫ് അഗ്രിഗേറ്റ്സ് ലൈക്ക് സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും എംപ്ലോയ്മെൻറ്റും, സമ്പാദ്യം, നിക്ഷേപം, തൊഴിൽ തുടങ്ങിയ അഗ്രിഗേറ്റ്സുകൾ തമ്മിലുള്ള ബന്ധമെന്നാണ് മേയേഴ്സൺ ആൻഡ് ഹാൻസൺ പറഞ്ഞത്. അടുത്ത ലാസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ, റിസഷൻ തുടങ്ങിയ വലിയ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമെന്നാണ് ഹെയിൽ ബ്രോണർ ഡിഫൈൻ ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാക്രോ എക്കണോമിക്സിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഡെഫിനിഷൻസും ഇമ്പോർട്ടൻറ്റും സ്കോപ്പും മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.